ഹരേ കൃഷ്ണ മാതാജി. നന്നായിട്ടുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മണികൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദേതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. അപ്പോ നമ്മള് 1ാമത്തെ അധ്യായം തൊട്ട് ഇന്ന് 18ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തില് സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ് നമ്മളെ അധ്യായത്തിന്റെ പേര്. അർജുനൻ ഭഗവാന്റെ അടുത്ത് ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അർജുനൻ പിന്നെ സംശയം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പൊ അത് 2 ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പൊ അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ 17 അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങള് ഒന്നും കൂടിയും വിശദമായിട്ട് കുറച്ചും കൂടി ഒന്ന് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് 18ാമത്തെ അധ്യായം. നമുക്ക് നോക്കാം. സന്യാസത്തിന്റെ പരിപൂർണത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥകേശി നിഷൂദന. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ അഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അർജുനൻ ഭഗവാനോട് എന്താ ചോദിക്കുന്നത്? ഭഗവാനോട് ചോദിക്കുകയാണ്, ത്യാഗം എന്നാൽ എന്താന്ന് ചോദിക്കുന്നത്. ത്യാഗം എന്നാൽ എന്താണ്, സന്യാസം എന്നാൽ എന്താണെന്ന്, ഇത് രണ്ട് തമ്മിലുള്ള ഇതിന്റെ രണ്ടിലെ വ്യത്യാസം എന്താണെന്ന്, അതിന്റെ രണ്ടിന്റെ ഉദ്ദേശം എന്തെന്നറിയാനായിട്ട് അർജുനൻ ആഗ്രഹമുണ്ടെന്ന് പറയണം. ത്യാഗവും സന്യാസവും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്തെന്നാണ് വിളിച്ചിരിക്കുന്നത്? കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ എന്നാ പറയുന്നത്. കേശി നിഷൂദന എന്ന് പറയുന്നത് അല്ലെ. കേശി നിഷൂദന. കേശി എന്ന് പറഞ്ഞ അസുരനാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ പറഞ്ഞതാണ് കംസന്റെ ഒരു അനുചരനാണ് അല്ലെ. ഒരു എന്താ പറയാ, പറയുന്നതൊക്കെ അനുസരിച്ച് ചെയ്യുന്ന ഒരു അസുരനാണ് ഈ രാക്ഷസൻ. വൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാനെ ഉപദ്രവിക്കാനായിട്ട് കൊല്ലാൻ നോക്കിയതായിരുന്നു ഈ രാക്ഷസൻ. ഈ കേശിനെ ഹനിച്ചതാണ് അല്ലെ. ആ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ആകാശം മുട്ട വലിപ്പമുള്ള അത്രയും ഭീമാകാരമായിട്ടുള്ള രാക്ഷസനാണ് കേശി. അതിനെ ചുരുട്ടി എറിഞ്ഞിട്ട് അങ്ങാണ്ടാണ് ഭഗവാൻ കൊല്ലുന്നത്. അപ്പൊ ആ അസുരനെ വധിക്കാനായിട്ട്, അത്രയും
കഴിവുമുള്ള ഒരാൾക്കാണല്ലോ പറ്റുന്നത്. ഭഗവാന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അങ്ങനെ കേശി എന്നൊരു അസുരനെ ഹനിച്ച ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. നമുക്കറിയാം എല്ലാ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നു? ഭഗവാന് സാധിക്കുന്നു. ഋഷികേശ് എന്ന് നമ്മൾ അതുകൊണ്ട് ഭഗവാനെ പറയുന്നു നമ്മൾ ഫസ്റ്റത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഭഗവാനോട് ചോദിക്കാണ് ഈ സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദ്ദേശം എന്താണെന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു സർവകർമാഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്കു വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് പറയുന്നു. അപ്പോ ത്യാഗവും സന്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയണത്? ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ സന്യാസം എന്ന് പറയുന്നു. അപ്പൊ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങള്, അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങള്, ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് എന്ത്? സന്യാസം. അപ്പൊ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് കാമ്യകർമ്മങ്ങൾ അല്ലെ. ആ ഭൗതികമായിട്ടുള്ള നമ്മളെ ബന്ധനത്തിൽ പെടുത്തുന്ന നമ്മളുടെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സന്യാസം എന്ന് പറയാം. ഭൗതികമായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങള്, നമ്മളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. പിന്നെ സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയുന്നു? ത്യാഗം എന്ന് പറയുന്നു. തിരിച്ച് ഈ കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഫലങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് പറയാം? നമുക്ക് ത്യാഗം എന്ന് പറയാം. അപ്പൊ കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നത് ത്യാഗവും കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് എന്താണ്? സന്യാസവും. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് സന്യാസവും. പിന്നെന്താണ്? കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ത്യാഗം എന്നും പറയാം. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷിമാർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ എല്ലാ കാമ്യകർമ്മങ്ങളും, ഏത് തരത്തിലുള്ള കർമ്മങ്ങളായാലും, ഭൗതികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താലും നമുക്കറിയാം അതിന്റെ എന്തുണ്ട്? റിഫ്ലക്ട് ആക്ഷൻ ഉണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഉറപ്പാണ്. ഒന്നുകിൽ പുണ്യം ലഭിക്കാം, അല്ലെങ്കിൽ പാപം ലഭിക്കാം. അപ്പൊ കാമ്യകർമ്മങ്ങൾ നമുക്ക് ഭൗതികപരമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട ഏതൊരു കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ദോഷഫലം ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ ദോഷങ്ങൾ ഉണ്ടാവാം. കർമ്മത്തിന് എന്താ പറയുക, അതിന് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെ, ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, കർമ്മങ്ങൾക്ക്. അതുകൊണ്ട് നമ്മൾ എന്താ പറയണത്? അതിനെ ത്യജിക്കണമെന്ന്, എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരമാകിയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെന്താ പറയണത്? യജ്ഞം, ദാനം, തപസ് എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് ചില ഋഷിമാര് അഭിപ്രായപ്പെടും. അപ്പൊ യജ്ഞവും ദാനവും തപസ്സും ഇത് നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന് ദോഷഫലങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് അതിനെ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ടു തരത്തില് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ കർമ്മങ്ങൾക്ക് എന്തുണ്ട്? പ്രതിപ്രവർത്തനങ്ങളുള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കാമ്യകർമ്മങ്ങൾ, എല്ലാ കർമ്മങ്ങളും, എല്ലാ കാമ്യകർമ്മങ്ങളും അതില് പ്രതിപ്രവർത്തനങ്ങളുള്ള കാരണം കൊണ്ട് അത് ഉപേക്ഷിക്കണമെന്നാണ്, ത്യജിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ യജ്ഞവും ദാനവും തപസ്സും അതൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഹേ ഭാരത ശ്രേഷ്ഠ, ത്യാഗത്തെ കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷ വ്യാഘ്രമേ, ത്യാഗം 3 വിധമെന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ എന്താ പറയണത്? ത്യാഗത്തെ കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. അപ്പൊ ഈ ത്യാഗത്തെ കുറിച്ച് ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കാണ്. എന്താ പറയണത്? ത്യാഗം 3 വിധം എന്തെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 വിധത്തില് നമുക്ക് ത്യാഗങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താന്ന് നോക്കാം. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കണം. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നവയാണ് അവ 3ഉം. അപ്പൊ നമ്മള് യജ്ഞവും ദാനവും തപസ്സും എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, ഏവ അനുഷ്ഠിക്കണം. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നവയാണ് ഇവ 3ഉം. അപ്പൊ മഹാത്മാക്കളെ പോലും വിശദീകരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നുണ്ട്? ഈ പറഞ്ഞ യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും തപസ് കൊണ്ടും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അത്തരം കർമ്മങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അവ നമ്മൾ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. നമുക്കറിയാം അതൊക്കെ സാത്വികമായ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് നല്ല ഫലം കിട്ടുന്നുള്ള നമ്മൾ പഠിച്ചു. യജ്ഞം ചെയ്യുമ്പോഴും ദാനം ചെയ്യുമ്പോഴും തപസ് ചെയ്യുമ്പോഴും നമ്മൾ ഏത് രീതിയിൽ ചെയ്യണം?
സ്വാത്വികമായിട്ടുള്ള രീതിയിൽ അല്ലെ, സ്വാത്വികർ ചെയ്യേണ്ട ദാനത്തെ കുറിച്ചും യജ്ഞത്തെ കുറിച്ചും തപസ്സുകളെ കുറിച്ചും ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു, നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട്, നമ്മളെ പരിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞത്. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. പക്ഷെ അത് എങ്ങനെ ചെയ്യണം? നമ്മൾ അതിന് ആസക്തി പാടില്ല, അതിന് ഫലങ്ങൾ ഉദ്ദേശിക്കാനും പാടില്ല. അപ്പൊ ആസക്തിയും ഫല ഉദ്ദേശവും കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എന്റെ അന്തിമമായ അഭിപ്രായം. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. അത് നമ്മള് മൂന്നാമത്തെ അധ്യായത്തിൽ അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. കാരണം നീ നിന്റെ ഈ ജോലി ചെയ്യണം, നിന്റെ ധർമ്മം യുദ്ധം ചെയ്യാന്നുള്ളതാണ്. കാരണം നീ ക്ഷത്രിയനാണ്, നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. പക്ഷെ അത് എങ്ങനെയായിരിക്കണം? കർത്തവ്യ നിർവഹണം എന്ന നിലയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നിന്റെ ശത്രുവാണ്, നിന്നെ ചെറുപ്പം മുതലേ ഉപദ്രവിക്കുന്നതാണ് എന്നൊന്നും ആരെ കുറിച്ച് ചിന്തിക്കരുത്, ദുര്യോധനെ കുറിച്ച് ചിന്തിക്കാതെ നീ എന്ത് ചെയ്യണം? നിന്റെ കർത്തവ്യ നിർവഹണം എന്ന നിലയിലായിരിക്കണം നീ നിന്റെ യുദ്ധം ചെയ്യേണ്ടത്, നിന്റെ ധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ പറയാണ്, ആസക്തിയോ ഫല ഉദ്ദേശമോ കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതായത് കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അത് നിറവേറ്റേണ്ടത്. ഇതാണ് ഭഗവാന്റെ അഭിപ്രായത്തിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ കർത്തവ്യമാണത് ചെയ്യേണ്ടത്, ഇതെന്റെ ധർമ്മമാണ് എന്ന് ചിന്തിച്ചിട്ടായിരിക്കണം ആ കർമ്മം ചെയ്യേണ്ടത്. അതിൽ നിന്ന് നമ്മൾ ഫലം ഒരിക്കലും ആഗ്രഹിക്കാനായിട്ട് പാടില്ല. പിന്നെ നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. നമുക്ക് നിയതമായ കർമ്മങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവാത്മാവിനും ചെയ്യേണ്ടതായ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ആഗ്രഹം കൊണ്ട് നമ്മൾ എന്താണ് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാല് അതെന്താണ്? ആ ത്യാഗം ഏതിലായി മാറുന്ന പറയണത്? തമോ ഗുണത്തിലുള്ളതാകും. അപ്പൊ നിയത കർമ്മങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളുണ്ട്. അത് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ത്യാഗം ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ്? തമോ ഗുണത്തിലുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതായ നമ്മളെ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. പിന്നെന്താ പറയുന്നത്? നിയത കർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. പിന്നെ നമ്മളിപ്പോ ചെയ്യേണ്ടതായിട്ടുള്ള ഈ നമ്മളുടേതായ കർമ്മങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചോ ക്ലേശകരമാണെന്ന് വിചാരിച്ചോ നമ്മൾ അത് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ത്യാഗമായിട്ട് മാറാണ്? രാജസികമായിട്ടുള്ള ത്യാഗമായിട്ടാണ് മാറുന്നത്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ യജ്ഞവും ത്യാഗവും തപസ്സൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പരിശുദ്ധിയിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം അനുഷ്ഠിക്കുന്നത്. പക്ഷെ ഈ രീതിയിൽ നമുക്ക് ക്ലേശകരമായി കൊണ്ടോ നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിയത കർമ്മങ്ങൾ ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്ന പറയണത്? രാജസമായ ത്യാഗമായിട്ടേ മാറുന്നുള്ളൂ. അത് മാത്രമല്ല ആ ത്യാഗത്തിന് നമുക്ക് എന്തിലേക്ക് ഭവിക്കുന്നില്ല? അത് ഉന്നതിയിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെന്താ അർജുനനോട് ഭഗവാൻ പറയണത്? ഹേ അർജുന, ഭൗതിക സംഗ്രഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. അപ്പോ സാത്വികമായിട്ടുള്ള ത്യാഗം എങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ? അർജുന എന്താ പറഞ്ഞ? ഭൗതിക സംഗ്രഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. അപ്പൊ നമ്മൾക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫലം ഉദ്ദേശിക്കാതെ പിന്നെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എന്റെ കർത്തവ്യമാണ്, എന്റെ ഒരു ധർമ്മമാണിത്. കാരണം ഞാനൊരു ജീവാത്മാവായിട്ട് എനിക്ക് വന്നതിന് ശേഷം എനിക്ക് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള എൻ്റെ ഒരു കർമ്മമാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ ത്യാഗം എന്താണ് പറയുന്നത്? സാത്വികമാണെന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെന്താ പറയുന്നത്? താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. തന്മൂലം അയാൾക്ക് മരണശേഷം സ്വകർമ്മഫലങ്ങളായ സുഖദുഃഖാനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. ഇനി എന്താ പറയുന്നത് ഇവിടെ? കൃഷ്ണാവബോധ നിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലായിരിക്കും. എങ്ങനെയുള്ളത്? ഭഗവാനും താനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കും?
ശുദ്ധ ആത്മാവായിരിക്കും അല്ലെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഭക്തനായിരിക്കും ആ വ്യക്തി. കാരണം ആ ഒരു വ്യക്തിക്കാണ്, പരിശുദ്ധനായ ഒരു ഭക്തനാണ് ഭഗവാനും താനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. കൃഷ്ണാവബോധനിഷ്ഠനായിട്ടായിരിക്കും ആ മനുഷ്യൻ എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി എപ്പോഴും ഏതൊരവസ്ഥയിലായിരിക്കും? മുക്താവസ്ഥയിലായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഏതൊരു സമയത്തും കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ആരെ മാത്രമേ കാണുന്നുള്ളൂ? ഭഗവാനെ മാത്രമേ ദർശിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം ഭഗവാനും താനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ശരീരബോധത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും ഏതൊരവസ്ഥയിലായിരിക്കും? മുക്താവസ്ഥയിലായിരിക്കും. അവർക്ക് മരണശേഷം എന്താണ്? സ്വകർമ്മങ്ങളായ ദുഃഖാനുഭവങ്ങൾക്കിട വരുന്നില്ല. കാരണം അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒന്നും ഫലം ഇച്ഛിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളുടെ അനുഭവിക്കേണ്ടി വരുന്നില്ല. സുഖദുഃഖ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ളവർക്ക് വരുന്നില്ല. ഇനിയോ അനാസക്തമായും രാഗോദ്ദേശരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയപ്പെടുന്നു. ഇനി സാത്വികമായിട്ടുള്ള കർമ്മത്തെ കുറിച്ച് പറയാണ് ഭഗവാൻ. അനാസക്തമായും ആസക്തി ഇല്ലാതെയും രാഗദ്വേഷരഹിതനായിട്ടും, അതായത് നമുക്കതിന്ന് രാഗദ്വേഷം എന്ന് പറഞ്ഞ എന്താണ് പറയുന്നത്? നമ്മൾ അതിന് ഗുണോ ദോഷവും ആഗ്രഹിക്കുന്നില്ല, ലാഭവും നഷ്ടവും ആഗ്രഹിക്കുന്നില്ല, സന്തോഷവും ദുഃഖവും ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ലാഭവും നഷ്ടവും അതൊന്നും ആഗ്രഹിക്കാതെ ഫലാസക്തി കൂടാതെ ആ ഫലത്തില്, ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തില് ആസക്തി കൂടാതെ നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയപ്പെടുന്നു. അപ്പൊ ആസക്തി ഉണ്ടാകുന്നില്ല, നമുക്ക് അതിന്ന് പിന്നെന്താണ് ഗുണോ ദോഷങ്ങളൊന്നും ആഗ്രഹിക്കാതെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെ നമുക്ക് എന്ത് കർമ്മങ്ങൾ എന്ന് പറയാം? സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് എന്താ പറയണത്? രാജസിക കർമ്മത്തെ കുറിച്ച് പറയുന്നു ഭഗവാൻ. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസ കർമ്മം. നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. രാജസികമായിട്ടുള്ള കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും? തന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് മിഥ്യമായിട്ടുള്ള ഒരു അഹംഭാവം കൊണ്ട് നമ്മൾ ഏറെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കും രാജസികമായിട്ടുള്ള കർമ്മങ്ങൾ. അതായത് നമുക്കറിയാം, രാജസിക സ്വഭാവികള് ഏറെ അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട്, അവരുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും പ്രയാസപ്പെടാനും തയ്യാറാണ് ആര്? രാജസിക സ്വഭാവത്തിലുള്ളവർ. ഈ രാജസികർ അവരുടെ കർമ്മം പറയുന്നതും അതേപോലെ തന്നെ അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അവര് എത്ര പ്രയാസപ്പെട്ടും കർമ്മം ചെയ്യാനായിട്ട് തയ്യാറുള്ളവരാണ്. അങ്ങനെയുള്ള കർമ്മത്തിന് നമ്മൾ എന്ത് പറയാം? രാജസമായിട്ടുള്ള കർമ്മം, രാജസ കർമ്മം എന്ന് നമുക്ക് പറയാം. പിന്നെയോ തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശത്തെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമാണ് താമസിക കർമ്മം. അപ്പോ ഈ താമസികമായിട്ടുള്ള കർമ്മം എങ്ങനെയാണ്? ഈ പറഞ്ഞ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാകുന്ന നാശത്തെയോ ക്ലേശത്തെയോ അവഗണിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായി വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമാണ് താമസികം. അതായത് നമ്മൾ ഇന്നലെ ഉദാഹരണം പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ എന്താണ് എന്താ പറയാ, ബോംബുകളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ, അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് ഉണ്ടാകുന്ന നാശത്തെ കുറിച്ചോ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെ കുറിച്ചോ ശാസ്ത്രത്തിൽ നിർദ്ദേശിക്കാത്ത പോലെയാണ് അവർ ചെയ്യുന്നത് ഇതൊക്കെ അല്ലെ. ഇതൊന്നും ആര് ചിന്തിക്കുന്നില്ല? ഈ രീതിയിൽ കർമ്മം ചെയ്യുന്ന ഈ തമോ ഗുണബാധിതരായവർ ചിന്തിക്കുന്നില്ല. അതാണ് പറയുന്നത്. തുടർന്നുണ്ടാകാവുന്ന കേടുപാടുകളെ കുറിച്ചോ അന്യർക്കുണ്ടാകുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായി വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മത്തെ നമ്മൾ എന്ത് പറയാം? താമസിക കർമ്മം എന്ന് പറയും. അപ്പൊ സാത്വികമായിട്ടുള്ള കർമ്മാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്? 3 തരം കർമ്മത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാണ്. സാത്വികം, രാജസികം, താമസികം. അപ്പൊ സാത്വികമാണെങ്കിൽ എങ്ങനെയാ പറഞ്ഞത്? അതില് നമ്മള് ഫലാസക്തി കൂടാതെ രാഗദ്വേഷരഹിതനായിട്ട് നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മമാണ് ഏത് കർമ്മം? സാത്വികമായിട്ടുള്ള കർമ്മം. സ്വന്തം ആഗ്രഹം നിറവേറ്റാനായിട്ട് ചെയ്യുന്ന, കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നമുക്ക് എന്ത് പറയാം? രാജസിക കർമ്മം എന്ന് പറയാം. അന്യർക്കുണ്ടാകുന്ന നാശത്തെയും ക്ലേശങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? താമസികമായിട്ടുള്ള കർമ്മം എന്ന് പറയാം. ക്ലിയർ അല്ലേ?
അടുത്തത് കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. ഇപ്പൊ സാത്വികമായിട്ട് നമ്മ കർമ്മത്തിന്റെ പറഞ്ഞു 3 തരത്തില്, ഇനി ബുദ്ധിയെ കുറിച്ച് പറയാണ്. ബുദ്ധിയില് സാത്വികമായിട്ടുള്ള ബുദ്ധിയുണ്ട്, രാജസികമായിട്ടുണ്ട്, താമസികമായിട്ടുള്ളതുണ്ട്. അപ്പൊ സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്, ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മളുടെ സാത്വികമായിട്ടുള്ള ബുദ്ധി. അപ്പൊ അതിൽ പറയാണ് ഭഗവാൻ എന്താ അർജുനനോട് പറയുന്നത്, കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതും എന്ത്, എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നും ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്താണെന്നും ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. അപ്പോ ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മോക്ഷത്തിന് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പരമപദത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം നമ്മൾ അനുഷ്ഠിക്കണം, ഇങ്ങനെയെല്ലാം അറിയാനായിട്ടാണ് നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് എന്തായിട്ടുള്ള ബുദ്ധിയാണ്, സാത്വികമായിട്ടുള്ള ബുദ്ധിയാണ്. ഇനി എന്താ പറയുന്നേ, പാർത്ഥ, ധർമ്മം എന്ത് അധർമ്മം എന്ത്, ചെയ്യേണ്ടത് എന്ത് ചെയ്യരുതാത്തത് എന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. രാജസികമായിട്ടുള്ള ബുദ്ധിയുള്ളെങ്കിൽ എന്താണ് പറയുന്നത്, ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും അവര് വേർതിരിച്ച് ചിന്തിക്കുന്നില്ല, ചെയ്യേണ്ടത് എന്താണെന്നോ ചെയ്യരുതാത്തത് എന്താണെന്നോ വേർതിരിച്ചറിയാനാവാത്തൊരു ബുദ്ധി. ആ ബുദ്ധിയെ നമുക്ക് എന്ത് പറയാം, രാജസികമായിട്ടുള്ള ബുദ്ധി എന്ന് പറയാം. പിന്നെയോ വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. താമസിക ബുദ്ധിയാണെങ്കിൽ എന്താണ്, അത് ഭയങ്കര ഡേഞ്ചർ അല്ലെ, കാരണം ധർമ്മത്തെ അധർമ്മമായും അവർ കരുതുന്നു, അധർമ്മത്തെ ധർമ്മമായും കരുതിക്കൊണ്ട് സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധിയായിരിക്കും ആരുടെ, താമസിക ബുദ്ധി പറയുന്നത്. അപ്പൊ താമസിക സ്വഭാവത്തിലാണെങ്കിൽ അതിന്റെ ബുദ്ധി എങ്ങനെയായിരിക്കും, അവരെ ധാരണ എന്താണ്, അവർ ചെയ്യുന്നതാണ് ശരി എന്നാണ് അവർ ധരിക്കുന്നത്. അവർ തെറ്റ് ചെയ്യുമ്പോൾ അതിനവർ ശരിയെന്ന് വിചാരിക്കുന്നു, ശരി ചെയ്യണ സമയത്ത് അവരെന്താണ്, അത് തെറ്റാണെന്ന് വിചാരിച്ച് അത് ചെയ്യാതിരിക്കുന്നു. അങ്ങനെ ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും കരുതി എല്ലായ്പ്പോഴും തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി ഏതാണ്, താമസികമായിട്ടുള്ള ബുദ്ധിയാണ്. അപ്പൊ 3 തരത്തിലുള്ള ബുദ്ധി നമ്മൾ പറഞ്ഞു, സാത്വികമായിട്ടുള്ള ബുദ്ധി, രാജസികമായിട്ടുള്ളത്, താമസികമായിട്ടുള്ളത്. സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാല് എന്തിനെ കുറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും മോക്ഷത്തിനും ബന്ധത്തിനും കാരണമാവുന്നത് എന്താണെന്നും എന്താണ് ഭയപ്പെടേണ്ടതും എന്താണ് ഭയപ്പെടാത്തത് എന്നെല്ലാം അറിയാവുന്ന ബുദ്ധിയാണ് എന്ത്, സാത്വികമായിട്ടുള്ള ബുദ്ധി. ധർമ്മവും അധർമ്മവും പിന്നെന്താണ് ചെയ്യേണ്ടതും ചെയ്യാറുതാത്തത് എന്തെന്നും വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധി നമുക്ക് എന്ത് പറയാം, രാജസികമായിട്ടുള്ളത് പറയാം. പിന്നെന്താണ്, അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതിക്കുന്ന ബുദ്ധി എന്താണ്, താമസികമായിട്ടുള്ള ബുദ്ധി എന്ന് നമുക്ക് പറയാം. പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ബ്രഹ്മഭൂത പ്രസന്നാത്മാ നാശോചതി ന കാംക്ഷതി സമാ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പൊ നമ്മളിപ്പോ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ചും സാത്വിക ത്യാഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഈ കർമ്മങ്ങളും ഈ ത്യാഗങ്ങളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ എന്താണ്, പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അപ്പൊ അവർക്കാണ് എന്ത് ചെയ്യുന്നത്, അവര് പരമാനന്ദം അനുഭവിക്കുന്നത്. പരബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ചിട്ട് അവരെന്ത് അനുഭവിക്കുന്നു, പരമാനന്ദം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. കാരണം ആ ജീവാത്മാവ് എന്താണ്, സ്വയം പരിശുദ്ധമായിട്ടില്ലേ, പരമാത്മാവ് എന്താണ് പറഞ്ഞ, ആ ജീവാത്മാവിന് എന്താ സംഭവിക്കുന്നത്, പരിശുദ്ധമായി പരമാത്മാ സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞു. അതായത് പരമാത്മാവിനെ തേടി ആനന്ദത്തിൽ എത്തിക്കഴിഞ്ഞു, അനുഭവിക്കുന്നു. ആ ഒരു അവസ്ഥ, അതായത് നമ്മൾ പറഞ്ഞ പോലെ ഏത് അവസ്ഥയിൽ എത്താണത്, ബ്രഹ്മഭൂയ അവസ്ഥയിൽ എത്താണ് അല്ലെ.
ബ്രഹ്മഭൂത പ്രസന്നാത്മ എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തുമ്പോഴാണ്, കാരണം താനല്ല ഇതിനൊന്നും കാരണം അറിയാം നമുക്ക് പരമാത്മാവാണ്, ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മളുടെ മൂലസ്വരൂപം എന്താണ്? ഭഗവാനെ സേവ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ജീവാത്മാവിന്റെയും ലക്ഷ്യം എന്ന് മനസ്സിലാക്കി എന്താണ് ശരീരഭാവം വെടിഞ്ഞിട്ടില്ല, ശരീരത്തിന്റെ ആ ഒരു ഭാവം വെടിഞ്ഞ് ഏകാഗ്രമായിട്ട് എല്ലാത്തിലും ആരെ കാണാൻ സാധിക്കും? അപ്പോ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് ബ്രഹ്മഭൂത അവസ്ഥ പറയുന്നത്. അപ്പൊ വിശുദ്ധ ഭക്തിയോടെ അങ്ങനെയുള്ളവരെന്താണ് എല്ലാത്തിലും ഭഗവാനെ കാണാൻ ശ്രമിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഭക്തിയോടെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനായിട്ട് സാധിക്കും. പരമസാക്ഷാത്കാരം ലഭിച്ച് പരമാനന്ദം അനുഭവിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് എന്താണ്? അവർക്ക് ദുഃഖങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ല. എല്ലാവരെയും എന്താണ്? സർവഭൂതങ്ങളെയും സമഭാവനയോടെയാണ് കാണുന്നത്. കാരണം അറിയാം എല്ലാ ജീവജാലങ്ങളിലും എന്തുണ്ടെന്ന് അറിയാം? പരമാത്മാ രൂപത്തിൽ ഭഗവാൻ ഉണ്ടെന്നും ശരീരം മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ പറഞ്ഞ പോലെ ബാക്കി ജീവാത്മാവും പരമാത്മാവും എല്ലാവരിലും ഒരുപോലെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ശരീരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് ആർക്ക് മനസ്സിലാകുന്നു? ഈ പരിശുദ്ധ ഭക്തന്, ഈ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയ വ്യക്തിക്ക് മനസ്സിലാകുന്നു. ആ നിലയിൽ അയാൾ എന്ത് ചെയ്യുന്നു? വിശുദ്ധ ഭക്തിയോടെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ത്യാ മാമാഭിജാനാതി യാവാൻ യസ്യാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാതോ വിശദേ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഒരു സെക്കൻഡ് ഞാനാണ്, ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പൊ എന്താ പറയുന്നത്? ഭക്തിയുടെ സേവനം ചെയ്താൽ മാത്രമേ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന സത്യം അറിയാനായിട്ട് കഴിയുള്ളൂ. ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്കറിയാം ഭഗവാനായിട്ട് ഡയറക്റ്റ് നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഭക്തിയുടെ സേവനം ചെയ്യുന്നതിന്റെ വ്യത്യാസം എന്താണ്? മറ്റുള്ള സേവനം പോലെയല്ല, ഭഗവാനായിട്ട് നമ്മൾ നേരിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനായിട്ട് സേവനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാകുന്നുള്ളൂ? അങ്ങനെ ചെയ്ത് നമ്മൾ പരിശുദ്ധരായാൽ മാത്രമേ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണ ബോധ്യം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ്? ഭഗവാൻ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? ഭക്തിയാണ്. ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ നമുക്ക് ആ ബോധം ഉണ്ടായിരിക്കണം ഭഗവാനെ കുറിച്ചിട്ടുള്ള. അത് എങ്ങനെ ഉണ്ടാവുള്ളൂ? ഭക്തി കൊണ്ട് മാത്രമേ നമുക്കത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ആ ഉണ്ടെങ്കിൽ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ, ഭഗവാന്റെ ലോകത്തിലേക്ക് പോകണമെങ്കിൽ അതിന് ഭഗവാൻ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി അറിയാനും ഭഗവാന്റെ ദൈവ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെന്താ പറയണേ? സർവകർമ്മണ്യാപി സത കുർവാണോ മത്യാപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതു തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. എന്താ പറയുന്ന ഇവിടെ? ഏതു തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കുന്നു പറയാം. അപ്പൊ ഭഗവാനെ മാത്രം ആശ്രയിച്ചിരുന്നു കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നെങ്കിൽ എങ്ങനെയാ പറയാ? ഭഗവാന്റെ ഭക്തൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഭഗവാന്റെ സംരക്ഷണം കൊണ്ട് എന്താ പറയണത്? അനശ്വരവും ശാശ്വതവുമായിട്ടുള്ള ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ധാമം ഏതാണ്? ഗോലോക വൃന്ദാവനം. അപ്പൊ ഗോലോക വൃന്ദാവനത്തിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് തരം പ്രവർത്തികൾ ചെയ്തിരുന്നാലും അത് ആർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കണം? ഭഗവാന് വേണ്ടി ചെയ്യുന്നതായിരിക്കണം. എല്ലാ പ്രവൃത്തികളും, ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുന്നത്? ആ ഭക്തൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും എവിടേക്ക് എത്താൻ സാധിക്കുന്നു? ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു.
മచ్చిത്ത സർവദുഃഖാണി മത്പ്രസാദാത്തരിഷ്യസി അഥാ ചേത്തോമഹങ്കാരാൻ നാശ്രോഷ്യസി വിനക്ഷ്യസി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് പോയാലാകട്ടെ നാശമാണ് ഫലം. ഇനി എന്താ ഇവിടെ ഭഗവാൻ പറയുന്നത്? എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാനായിട്ട് കഴിയുമെന്ന് പറയാണ് അല്ലെ. ആ ബോധത്തോടെ പ്രവർത്തിക്കുന്ന മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. അപ്പൊ എന്താ പറഞ്ഞൂടെ ഭഗവാൻ പറയുന്നത്? എന്നെ കുറിച്ച് ബോധവാനായിരുന്നാല് നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. അപ്പൊ ഭഗവാനെ കുറിച്ച് ബോധവാനായിരിക്കാന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ തത്വത്തിൽ മനസ്സിലാക്കുക, ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്നും നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമ്മളുടെ ലക്ഷ്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാതും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഭഗവാന്റെ പ്രസാദം നമുക്ക് ലഭിക്കും അല്ലെ, ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഭഗവാൻ അതിജീവിപ്പിക്കാനായിട്ട് ഭഗവാന് സാധിക്കും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലോ നാശമാണ് ഫലം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് ഭഗവാനെ അനുസരിക്കാതെ, നമ്മള് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ, നമ്മൾ ആ മിഥ്യാഹങ്കാരം കൊണ്ട് ഭഗവാൻ പറയുന്നത് അനുസരിക്കാതെ, ഭഗവാന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും? നമുക്ക് നാശമായിരിക്കും ഫലമെന്ന് നമുക്ക് പറയാണ് ഇവിടെ നമ്മള് കാണുന്നുണ്ട്. രണ്ട് എന്താ പറയണത്? തെമ്മാടികള് പറയാണ്, ജഗായി മതായി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് തെമ്മാടികള്. പിന്നെ ആരാണ്? നിത്യാനന്ദ പ്രഭുവിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ലീലയാണ് ഇവിടെ പറയുന്നത്. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം എന്താ പറയാ, വെസ്റ്റ് ബംഗാളില് ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവരും പ്രചരിപ്പിക്കാനാണ് ആര് ചെയ്യുന്നത്? നിത്യാനന്ദ പ്രഭു ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ ജപത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചും ഈ പറഞ്ഞ പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശത്തില് നിത്യാനന്ദ പ്രഭു അങ്ങനെ പോയിട്ട് ഒരു ദിവസം ബംഗാളിലെ ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് നിത്യാനന്ദ പ്രഭു ജപമഹാത്മ്യം, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ സമയത്ത് രണ്ട് ജഗായി മതായി എന്ന് പറഞ്ഞ രണ്ട് കള്ളുകുടിയന്മാര്, തെമ്മാടികള്, അവര് ഈ പറഞ്ഞ നിത്യാനന്ദ പ്രഭുവിന്റെ ഈ സംസാരം അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടായില്ല. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിനെ കുറിച്ചും അതിന്റെ ശക്തിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പോ അവരെന്താ ചെയ്ത? ആ സമയത്ത് നിത്യാനന്ദ പ്രഭുവിനെ അവര് ഉപദ്രവിക്കുകയാണ്. അവരുപദ്രവിച്ചപ്പോ ചൈതന്യ മഹാപ്രഭു അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രഭു ഇത് കേട്ട് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് ഓടിയെത്താണ്. അവിടെ ഓടിയെത്തിയിട്ട് നിത്യാനന്ദ പ്രഭുവിനെ ഉപദ്രവിച്ചപ്പോ ചൈതന്യ മഹാപ്രഭുവിന് അത് ഇഷ്ടായില്ല. ചൈതന്യ മഹാപ്രഭു ശരിക്കും എന്താണ്? ഭഗവാന്റെ അവതാരമാണ്, കാരുണ്യമൂർത്തിയാണ് അല്ലെ. എന്താ പറയാ, ആയുധമൊന്നും എടുക്കുന്നില്ല ആ അവതാരത്തില്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ എന്താണ്? സുദർശന ചക്രത്തിന് വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നിത്യാനന്ദ പ്രഭു വന്നിട്ട് പറയാണ്, ഈ അവതാര ലക്ഷ്യം നമുക്ക് എന്താണ്? ആയുധങ്ങൾ എടുക്കാന്നുള്ളതല്ല, നമ്മൾ എങ്ങനെയാണ് അവരെ മാറ്റേണ്ടത്? കാരുണ്യം കൊണ്ടാണ് നമുക്ക് അവരെ എല്ലാവരെയും മാറ്റേണ്ടതെന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് പിന്നെ ശാന്തനായിട്ട് അവരടുത്ത് മാപ്പ് കൊടുക്കാണ്. അപ്പൊ ഇവര് ചെയ്ത മാറ്റം കണ്ടപ്പോ ഈ തെമ്മാടികൾക്കായാലും ഭയങ്കര അതിശയം തോന്നി. കാരണം ഇത്രയും അവർ ഉപദ്രവിച്ചിട്ടും അവരെന്താ ചെയ്തത്? അവര് പെട്ടെന്ന് ഇവരോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്കും ഒരു മനംമാറ്റം വരാണ് ചെയ്യുന്നത്. അവർക്കും അങ്ങനെ മാറ്റം വരാണ് ചെയ്യുന്നത്. അപ്പൊ പറയുന്നത് എന്താണ്? എന്നിട്ട് നമ്മള് ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ ഭക്തന്മാരായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരിക്കലും നമ്മളുടെ കോപോ ദേഷ്യം ഒന്നും കാണിക്കാതെ, ഒരു ഭക്തൻ എങ്ങനെയാണെന്നാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എത്ര നമ്മൾക്ക് പ്രകോപിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാലും നമ്മൾ അതിലൊന്നും പ്രകോപനം കൊള്ളാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശാന്തരായി നമ്മൾ ചെയ്തു കഴിഞ്ഞാല് അതിന്റെ ഒരു ഫലം നമുക്ക് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയാണ് ഇവിടെ. കാരണം ചൈതന്യ മഹാപ്രഭു ഇവിടെ ഏത് കാരുണ്യമൂർത്തിയായിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത് അല്ലെ. ഒരിക്കലും എന്തെടുക്കുന്നില്ല, ആയുധം എടുക്കാതെയാണ് ഭഗവാൻ എല്ലാവരെയും
ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും ആ ഭക്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദയശാർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി എന്താ പറയുന്നത്? അർജുനനോട് ഭഗവാൻ പറയുന്നത് എന്താണ്? പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. എല്ലാവരിലും കുടികൊള്ളുന്നുണ്ട് ഭഗവാൻ, അല്ലെ? പരമാത്മാ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എല്ലാം നടക്കണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഭഗവാൻ പറയുന്നത് അനുസരിച്ചാണ്, അല്ലാണ്ട് ജീവാത്മാക്കള് സ്വന്തം ഇഷ്ടത്തിനല്ല ഒന്നും പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ ഇതെല്ലാം നടക്കുന്നത് ആരുടെ ഇഷ്ടപ്രകാരമാണ്? ആര് നിയന്ത്രിക്കുന്നത് അനുസരിച്ചാണ്? ഭഗവാന്റെ നിയന്ത്രണത്താലാണ്. പറയുന്നത് എങ്ങനെയാണ്? ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ, ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോ ഓരോ ജീവാത്മാക്കളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണെന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരുടെ ഹൃദയത്തില് കുടികൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ എല്ലാം നിയന്ത്രിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യാസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ. അവിടത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. എന്താ അർജുനനോട് പറയുന്നത്? ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ എന്നാ പറയുന്നത്. അപ്പൊ ആ ഭഗവാന് ആത്മാർപ്പണം ചെയ്യണമെന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. അവിടത്തെ പ്രസാദം കൊണ്ട്, ഭഗവാന്റെ പ്രസാദം കൊണ്ട് നിനക്ക് പരമമായ ശാന്തി നേടാനും ശാശ്വതമായിട്ടുള്ള പരമപദം പ്രാപിക്കാനും സാധിക്കും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരാണ്. നമ്മൾ ആത്മാർപ്പണം ചെയ്യണം. നമ്മൾ എല്ലാതും ഭഗവാൻ അർപ്പിക്കണം. ഭഗവാന്റെ പ്രസാദം കൊണ്ട് എന്താ സംഭവിക്കുക? നമുക്ക് പരമമായ ശാന്തി ലഭിക്കുകയും ചെയ്യും, പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിന് നമ്മൾ വലുതാണോ ചെറുതാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളെല്ലാതും ഭഗവാൻ അർപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടേതായിട്ട് നമുക്ക് ഒന്നുമില്ല. നമുക്ക് എല്ലാതും തരുന്നത് ഭഗവാനാണ്. നമ്മളെ ഓരോന്ന് നിയന്ത്രിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് തോന്നുന്നു നമ്മളാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ എല്ലാതും ആരുടെ കൺട്രോളിലാണെന്ന് പറഞ്ഞു? ഭഗവാൻ തന്നെ പറഞ്ഞു. ഭഗവാനാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ എല്ലാവരും, നമ്മളിപ്പോ വലിയവരായാലും ചെറിയവരായാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പരമപുരുഷന്, ആ ഭഗവാന് ആത്മാർപ്പണം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും. കാരണം ഭഗവാന്റെ പ്രസാദം ലഭിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ശാന്തിയും സമാധാനവും ലഭിക്കുന്നുള്ളൂ. ആ പരമപദം ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. അപ്പൊ ആരായാലും, ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന പ്രതാപരുദ്ര മഹാരാജാവാണ് ഒറീസയില് ജഗന്നാഥപുരി കേട്ടിട്ടുണ്ടാവും. ഒറീസയിലെ ജഗന്നാഥപുരി എന്ന സ്ഥലത്ത് രഥയാത്ര നടക്കുന്നുണ്ട്. ഭയങ്കര പേര് കേട്ടൊരു രഥയാത്രയാണ് അവിടത്തെ. ആ രഥയാത്രാ സമയത്ത് ആ രാജാവിന്റെ ജോലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ രാജാവ് ഭഗവാന്റെ സേവകനാണെന്ന് സ്വയം അറിയിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇന്നും അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ രാജാവ് വന്നിട്ട് ആ രഥം പോകുന്ന റോഡ് മുഴുവനും അടിച്ചു വൃത്തിയാക്കുന്നത് ആരാണ്? രാജാവാണ് ചെയ്യുന്നത്. സ്വയം രാജാവാണ് അദ്ദേഹം. എന്നിട്ടും ഭഗവാന്റെ സേവകനാണെന്ന് സ്വയം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, നമ്മള് ഭൗതിക ലോകത്തിൽ നമ്മൾ ഈ പറഞ്ഞ എന്തൊരു വലിയ പൊസിഷൻ ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഭഗവാന് സമർപ്പിക്കുക, ഭഗവാന് സമർപ്പണം ചെയ്യാന്നുള്ളതാണ്. അപ്പോ അതാണ് രാജാവ് ചെയ്ത് കാണിക്കുന്നത്. എല്ലാവർക്കും ഒരു മാതൃകയായിക്കൊണ്ട് ഇന്നും അവിടെ നടക്കുന്ന ഒരു ചടങ്ങാണത്. കാരണം ആ യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ ജഗന്നാഥ സ്വാമിക്ക് ഭഗവാന്റെ സേവകനാണ് രാജാവെന്ന് സ്വയം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇന്നും അവിടെ ആ രഥയാത്രയുടെ ആ റോഡുകൾ മുഴുവനും വൃത്തിയാക്കാനായിട്ട് ചെയ്യുന്നത് ആരാണ്? രാജാവാണ് രഥം പോകുന്ന വഴി വൃത്തിയാക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥാനാണ് പറയുന്നത്. നമ്മൾ എത്ര വലിയൊരു സ്ഥാനം എന്ന് പറഞ്ഞാലും നമ്മൾ ഭഗവാന് സ്വയം അർപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമ്രൈശൈത്യാദ ശേഷേണ
യഥേച്ഛസി തഥാ കുരു. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നതെന്തോ അത് ചെയ്യുക. അപ്പോ ഇത്രയും പറഞ്ഞു ഭഗവാനിലെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. കാരണം നിനക്ക് യുക്തമായത് എന്തോ, നിനക്ക് ഹിതമായത് എന്താണോ അത് നീ ചെയ്യ. അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ എന്ത് തന്നിട്ടുണ്ട്? സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അല്ലെ? കാരണം നമുക്ക് ചെയ്യാനായിട്ട്, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞു തന്നു. അതിരഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തെ കുറിച്ചും എല്ലാതും നിനക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇനി നീ ആലോചിച്ച് നിനക്ക് ഹിതമെന്തെന്ന് ഉള്ളത് ചെയ്തോളാനാ പറഞ്ഞു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും, ഓരോ ജീവാത്മാക്കൾക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ആര് തന്നിട്ടുണ്ട്? ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചു. ഒന്നുകിൽ നമുക്ക് അന്തരംഗ ശക്തിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രഹ്മപദം പോകാനായിട്ട് സാധിക്കും. ഭഗവാന്റെ രണ്ട് ശക്തികളെ കുറിച്ച് പറഞ്ഞിരുന്നു, അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? അന്തരംഗ ശക്തിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ബ്രഹ്മപദത്തിലെത്താം. അതല്ലെങ്കിൽ നമുക്ക് ഏത് ശക്തി? ബഹിരംഗ ശക്തിയിലൂടെ നമുക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ജനന മരണം ചെയ്തുകൊണ്ടിരിക്കാം. ജനിച്ച് മരിച്ച് നമുക്കിവിടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമുക്കിവിടെ ജീവിക്കാം. അപ്പൊ അതിന് ഒന്നുകിൽ നമുക്ക് ബഹിരംഗ ശക്തിയുടെ അടുത്തേക്ക് പോകാം, അതല്ലെങ്കിൽ നമുക്ക് അന്തരംഗ ശക്തിയിൽ പ്രവേശിക്കാം. അപ്പൊ ഏതൊരു ശക്തിയിലായിരുന്നാലും നമ്മൾ എന്ത് പറയണത്? ഭഗവാൻ പറഞ്ഞത് ഈ രഹസ്യമായിട്ടുള്ള എല്ലാ ജ്ഞാനത്തെ കുറിച്ചും നിനക്കിപ്പോ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി യുക്തമായത് എന്താണോ അത് ചെയ്തോളാനായിട്ടാണ് അർജുനനോട് ഭഗവാൻ ഇവിടെ പറയുന്നത്. മന്മനാഭവ മദ്ഭക്തോ മത്യാജീമാ നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതീജാനേ പ്രിയോസി മേ. എപ്പോഴും എന്നെ ഓർക്കുക. ഇനി ഭഗവാൻ എന്താ പറയണത്? ഭഗവാൻ പറയാണ്, എപ്പോഴും എന്നെ ഓർക്കണം, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ നിനക്ക് എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. അപ്പോ ഭഗവാന് പ്രിയപ്പെട്ടവനാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്? ഭഗവാന് പ്രിയപ്പെട്ടവനാവണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കണം. പിന്നെ ഭഗവാന്റെ ഭക്തനായിരിക്കണം, ഭഗവാനെ ആരാധിക്കണം, ഭഗവാനെ പ്രണമിക്കണം. ഇങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാല് നിശ്ചയമായും ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അപ്പൊ നമ്മൾ ആരായി മാറും? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ പിസ്കോണില് നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ രീതികളും ഈ പറഞ്ഞതാണ്. ഭഗവാനെ ഓർക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ രാവിലെ തൊട്ട് നാമം ജപം ചെയ്യുന്നത്. നാമം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ നാമമാണ് ജപിക്കുന്നത്. ഭഗവാൻ ഓർക്കുന്നു. ഭഗവാനെ കുറിച്ചുള്ള ബുക്കുകളും പഠിക്കുന്നത് എന്തിനാണ്? ഭഗവാനെ കുറിച്ച് ഓർക്കാൻ. അപ്പോഴാണ് നമുക്ക് എന്തുള്ളത്? ഭഗവാന്റെ ഭക്തനാവാനായിട്ട് നമുക്ക് സാധിക്കുക. പിന്നെ ഭഗവാനെ ആരാധിക്കാനും പ്രണമിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ പോലെ ആരാധനാക്രമങ്ങൾ നമുക്കുണ്ട്. ലിസ്കോണിൽ കുറെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മൾ പൂജ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മളെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം അമ്പലത്തില് പൂജാരിമാര് ചെയ്യുന്ന പോലെ നമ്മളെ വീട്ടിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഭഗവാനായിട്ടുള്ള ഒരു അടുപ്പം കൂടാണ്. അങ്ങനെ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു, പിന്നെ നമ്മൾ ഭഗവാനെ പ്രണമിക്കുന്നുണ്ട് ഡെയിലി. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ പ്രണമിക്കുക. ഇത് ചെയ്തു പോന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കാരണം ഭഗവാൻ നമ്മളെ എപ്പോഴും നമ്മളെ പറ്റിയിട്ട് ഭഗവാൻ ഓർക്കും. കാരണം ഭഗവാനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഭഗവാൻ നമ്മള് ഭഗവാന് പ്രിയപ്പെട്ടവനായിട്ട് മാറാണ്. നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള വഴി ഭഗവാൻ പറയാണ്. ഭഗവാനെ കുറിച്ച് ഓർക്കണം, ഭഗവാന്റെ ഭക്തനാവണം, പിന്നെ അതുപോലെ തന്നെ ഭഗവാനെ ആരാധിക്കണം, ഭഗവാനെ പ്രണമിക്കണം. അപ്പൊ 4 കാര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ? എന്തൊക്കെയാണ്? ഒന്ന്, ഭഗവാൻ ഓർക്കുക, ഭഗവാന്റെ ഭക്തനാകുക, പിന്നെന്താ പറഞ്ഞത്? ഭഗവാനെ ആരാധിക്കണം, ഭഗവാനെ പ്രണമിക്കണം. ഈ 4 കാര്യങ്ങൾ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാന് പ്രിയപ്പെട്ടവനാവാനും സാധിക്കും, നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ടും സാധിക്കും. അപ്പൊ വലിയൊരു കാര്യമാണ് ഭഗവാൻ നമുക്ക് അവിടെ പറഞ്ഞു തന്നത്. നമുക്ക് അറിയാത്തൊരു കാര്യം നമുക്ക് പറഞ്ഞുതരാണ്. എങ്ങനെയാണ് എന്നെ പ്രാപിക്കേണ്ടതെന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഭഗവാൻ നമുക്കിവിടെ ക്ലിയർ ആക്കി തന്നു. പിന്നെന്താ പറയണത് അടുത്തതില്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചഃ. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക. ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഭയപ്പെടേണ്ട. ഇനി
ഇനി എന്താ ഒന്നും കൂടി പറയുന്നുണ്ട്, സർവധർമ്മങ്ങളെയും ത്യജിച്ച്, എല്ലാ ധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഭയപ്പെടേണ്ട. ഇവിടെ സർവധർമ്മങ്ങളെയും ത്യജിക്കാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ശ്ലോകം കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള നിയത കർമ്മങ്ങൾ ചെയ്യാതെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സർവധർമ്മങ്ങളെയും ത്യജിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ ധർമ്മങ്ങളുണ്ട്. അത് നമ്മളെ എന്താ പറയാ അനുസരിച്ചേ പറ്റുള്ളൂ, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. ആ ധർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടായിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല പറയുന്നത്. ആ ധർമ്മങ്ങളെല്ലാം ചെയ്യണം നമ്മള്. അത് കഴിഞ്ഞിട്ട് എന്താ പറയണത്, എന്നിൽ ശരണം തേടാം, ഭഗവാനെ ശരണം തേടണം, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ സർവ്വ ധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക. പക്ഷെ ആ ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, അതിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഫലങ്ങൾ ആഗ്രഹിക്കരുത്. നമ്മളുടെ കർത്തവ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അതെല്ലാം ചെയ്യേണ്ടത്. അതിനുശേഷം എന്താ പറഞ്ഞത്, അതെല്ലാം ത്യജിച്ചുകൊണ്ട്, അതിന്റെ ഫലങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ഭഗവാനിൽ ശരണം തേടിക്കഴിഞ്ഞാല് ഭഗവാൻ നമ്മളെ എല്ലാ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും ഭഗവാൻ മോചിപ്പിക്കും. നമുക്ക് ഉറപ്പ് തരാണ് ഭഗവാൻ അത്. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തോഷ്യഭിധ്യാസ്യതി ഭക്തിമയീ പരാം കൃത്വാ മാമേ വക്ഷ്യത്യ സംശയഃ. പരമ രഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവനെ ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇനി എന്താ പറയണത്, പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ, അത് ഏത് ജ്ഞാനാണ്, ഈ ഭഗവത്ഗീതനെ കുറിച്ച് പറയാനല്ലേ. ഭഗവാന്റെ ഈ പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവൻ എനിക്ക് ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പരമരഹസ്യമായ ഈ ജ്ഞാനമാണ് ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു തരുന്നത്. ഇത് എന്ത് ചെയ്യണം എന്നാ പറയണത്, ഇത് ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കണം എന്നാ പറയണത്. ഭഗവാന്റെ ഭക്തന്മാർക്ക്. നമ്മളിപ്പോ ഇത് കേട്ട് നമ്മളിതോടെ പഠിച്ച് നമ്മളിതോടെ അവസാനിപ്പിക്കാതെ നമ്മൾക്ക് മനസ്സിലായത് നമ്മൾ എന്ത് ചെയ്യണം, ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ്, ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായത്, നമ്മൾ എന്താണോ ഇതിൽ നിന്ന് പഠിച്ചത്, നമുക്ക് മനസ്സിലായി, ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലായ ഒരു ജ്ഞാനം മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്കും എന്തുണ്ടാവണം, ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാവാനായിട്ടുള്ള ഒരു അവസരം, ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവരെയും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ബോധം അവർക്കും ഉണ്ടാക്കിയാൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ, അവരും രക്ഷപ്പെടുന്നുള്ളൂ അല്ലെ. അവരും ഭഗവാന്റെ പരമപദത്തിലേക്ക് എത്താനുള്ളവരാണ് എല്ലാവരും എത്രയോ ജന്മങ്ങൾ എടുത്താലും എല്ലാവരും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. പക്ഷെ അതിനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് പ്രയോജനപ്പെടുത്തണം. നമ്മൾ മനസ്സിലാക്കിയ ഒരു ജ്ഞാനം, ഭഗവാനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്ന ഈ ജ്ഞാനം നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ പറയുന്ന വെച്ചാൽ ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാല്, ഭഗവാനെ കുറിച്ച് അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ പറഞ്ഞത്, ശുദ്ധ ഭക്തിയുടെ സേവനമാണത്. അവർ തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ എത്തുന്നുള്ളതിനും യാതൊരു സംശയമില്ല. നച്ചാ തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്രമഃ ഭവിതാനാച മേ തസ്മാ ധന്യാ പ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു ഭൃത്യനേക്കാൾ ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ട് ഈ ലോകത്തില് വേറൊരാളും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഭഗവാനെ കുറിച്ചുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുന്നവരാണ് ഭഗവാന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളവരെന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമുക്കറിയാം ശ്രീല പ്രഭുപാദർ പ്രായമായതിനു ശേഷമാണ് അദ്ദേഹം ഈ ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഭഗവത്ഗീത തർജ്ജമ ചെയ്തതും അതേപോലെ തന്നെ എന്താ പറഞ്ഞ ഇസ്കോൺ എന്ന് സ്ഥാപിച്ചതൊക്കെ അല്ലെ. അപ്പൊ അദ്ദേഹം കാരണം കൊണ്ടാണ്, ഈ പറഞ്ഞ ശ്രീല പ്രഭുപാദർ കാരണം കൊണ്ടാണ് നമ്മളിപ്പോ ഇന്നിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഭഗവത്ഗീത ക്ലാസ് കേൾക്കാൻ സാധിക്കുന്നതും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും. ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഭഗവാനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എത്രയോ വർഷം മുന്നേ എഴുതി പോയ ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്
ആരുടെ കാരുണ്യാണ്? ശ്രീല പ്രഭുപാദരുടെ കാരുണ്യാണ്. അദ്ദേഹം കാരണം കൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഭൃത്യന്മാരെക്കാൾ പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ ആരും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മള് മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് ശ്രീല പ്രഭുപാദർ. അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? ഭഗവത്ഗീത, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലത്തെ ക്ലാസ്സുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കത് ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് എന്താണോ സാധിക്കുന്നത്, അവരെ ഏത് രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ അറിഞ്ഞ പോലെ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരും അറിയണം. നമുക്കും തെറ്റും ശരിയും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കാരണം നമ്മളുടെ എല്ലാവരുടെയും മൂല സ്വരൂപം എന്താണ്? ഭഗവാനിലേക്ക് എത്താന്നുള്ളതാണ്, തിരിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് പോവാന്നുള്ളതാണെന്നുള്ളത് സത്യം എല്ലാവരും മനസ്സിലാക്കണം. ജീവാത്മാവിന്റെ നമ്മൾ ആ ശരീരബോധത്തിൽ നിന്ന് നമ്മൾക്കൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്തറിയണം? ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ഭഗവത്ഗീത നമുക്ക് പഠിക്കേണ്ടതാണ്, അല്ലെ? ഭഗവത്ഗീത പഠിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങള് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒരിക്കലും എന്താ പറയാ ഉപയോഗിക്കാതിരിക്കരുത്. അതേപോലെ തന്നെ മറ്റുള്ളവർക്കും നമുക്കറിയാം അജ്ഞാനം കൊണ്ടാണ് അവർ ഇതിലേക്ക് വരാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള അവസരങ്ങള് അവർക്കും ഉണ്ടാക്കി കൊടുത്ത് ഇതിലോട്ട് കൊണ്ടുപോരാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ശ്രീല പ്രഭുപാദ് കി ജയ്. അടുത്ത് പറയുന്നത്, നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നെന്താ പറയണത്? ഇപ്പൊ നമുക്കറിയാം അർജുനനും ഭഗവാനും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണിത്, അല്ലെ? ഇത് പഠിച്ചറിയുന്നവർ, ഇത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ വാച പറയുന്നു, അർജുന വാച പറയുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും പറയുന്ന ആ സംഭാഷണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ അത് തന്നെ എന്താണ് പറയണത്? നമ്മളുടെ ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ എന്തായിട്ടാണ് പറയണത്? അതൊക്കെ ഭഗവാൻ ആരാധിക്കുന്നതായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മള് പറയാറില്ല എപ്പോഴും, നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് വെച്ചാൽ ഭഗവാൻ ഒരു 5 സ്റ്റെപ്പ് നമ്മളെ അടുത്തേക്ക് വെക്കുന്നു. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഭഗവത്ഗീത നമ്മൾ വെറുതെ ഒന്ന് കേട്ടാലും നമ്മളത് പഠിക്കാൻ ശ്രമിച്ചാലും ഭഗവാൻ എന്താ പറയുന്നത്? അത് ഭഗവാനെ ബുദ്ധി കൊണ്ട് ആരാധിക്കുന്നതായിട്ടാണെന്നാണ് ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? കുന്തി പുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? അപ്പൊ അർജുനനോട് ഭഗവാൻ ചോദിക്കാണ്, നീ ഇതെല്ലാം നീ ഇതൊക്കെ ശ്രദ്ധയോടെ കേട്ടല്ലോ എന്നാ ചോദിക്കുന്നത്. ഇനി നിന്റെ അജ്ഞാനം കൊണ്ട് നിനക്കുണ്ടായിട്ടുള്ള ആ വ്യാമോഹം, ആ അജ്ഞാനം നിന്റെ മാറിക്കിട്ടിയല്ലോ എന്നാ ചോദിക്കുന്നത്. കാരണം അജ്ഞാനം കൊണ്ടാണ് അർജുനൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ അർജുനൻ എന്ത് മാറി? ആ അജ്ഞാനം മാറി ജ്ഞാനം വന്നു തുടങ്ങി, അല്ലെ? അർജുനൻ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും അർജുനന് മനസ്സിലായി. അർജുനന്റെ ലക്ഷ്യം എന്താണെന്ന്, അർജുനന്റെ എന്താ പറയണത്, അർജുനന്റെ ജനിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആർക്ക് മനസ്സിലാകാണ്? അർജുനന് മനസ്സിലാകാണ്, അല്ലെ? അങ്ങനെ അർജുനന്റെ ആ അജ്ഞാനം മാറിയില്ല എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. നിന്റെ വ്യാമോഹം മാറില്ല. അജ്ഞാനം കൊണ്ടാണ് എന്തുണ്ടായത്? ആ വ്യാമോഹം അർജുനൻ ഉണ്ടായിരുന്നത്. അതിപ്പോ മാറിയില്ല എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത്. അപ്പൊ അർജുനൻ എന്താ പറയുന്നത്? അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ ഭഗവാനോട് അർജുനൻ പറയാണ്, അച്യുത, എന്റെ വ്യാമോഹം ഇപ്പോൾ മാറിക്കഴിഞ്ഞു, എന്റെ അജ്ഞാനം ഇപ്പൊ തീർന്നു, എനിക്കിപ്പോ ജ്ഞാനം കിട്ടി കഴിഞ്ഞു, അല്ലെ? അങ്ങയുടെ കരുണ കൊണ്ട്. അതെന്തുകൊണ്ടാ? ഭഗവാന്റെ കരുണ കൊണ്ടാണ് ഇപ്പൊ ബുദ്ധി തിരിച്ചു കിട്ടിയത്. കാരണം ഇപ്പൊ ഭഗവാൻ ആരാണ്? അർജുനന്റെ ഗുരുവാണ്. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ശിഷ്യന് ഏത് രീതിയിലും ഭഗവാനെ പ്രാപിക്കാനായിട്ടുള്ള ബുദ്ധി നമുക്ക് തരുന്നത് ആരാണ്? ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത്. ഇപ്പോ ഭഗവാൻ അർജുനന്റെ ഗുരുവാണ്. ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്ത് കിട്ടി? ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. ഇപ്പോ ദൃഢവിശ്വാസമായി. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടിയപ്പോ അർജുനൻ എന്ത് വന്നു? ദൃഢവിശ്വാസം വന്നു. അതുപോലെ തന്നെ സംശയങ്ങളെല്ലാം മാറി.
അർജുനൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം ആർക്കുണ്ട്? അർജുനനുണ്ട്. താൻ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം എന്നുള്ളൊരു ബോധം അർജുനന് വന്നു. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇനി ഭഗവാൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ആര് തയ്യാറാണ്? അർജുനൻ തയ്യാറാണ്. കാരണം അർജുനന് മനസ്സിലായി ഇതൊന്നും തന്റെ ഹിതമനുസരിച്ചല്ല നടക്കുന്നത്, ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നതെന്നും താൻ അതിനൊരു ഉപകരണം മാത്രമാകുന്നുള്ളൂ എന്നുള്ള സത്യം ആര് മനസ്സിലാക്കി? അർജുനൻ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അർജുനൻ പറയാണ്, ഭഗവാൻ എന്താണോ പറയുന്നത് ആ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി സഞ്ജയൻ പറയാണ്, സഞ്ജയൻ ആരോടാ പറയുന്നത്? ധൃതരാഷ്ട്രടുത്ത് പറയാണ് അല്ലെ. സഞ്ജയൻ എന്താ പറയുന്നത്? ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണ അർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ഈ സന്ദേശം എന്നെ കോൾമയിർ കൊള്ളിക്കുന്നു. അപ്പോ ഇപ്രകാരം അർജുനനും കൃഷ്ണനും തമ്മിൽ നടന്ന ആ സംഭാഷണം ഞാൻ കേട്ടു. എനിക്കത് കേട്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നാണ് അല്ലെ. അത്ഭുതകരമായ സന്ദേശം എന്നെ കോൾമയിർ കൊള്ളിക്കുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. കാരണം ഭഗവാൻ തന്നെയാണ് അല്ലെ, സാക്ഷാൽ ഭഗവാനാണ് കൃഷ്ണനാണ് അർജുനന് ഈ പറഞ്ഞ രഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനമെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ആർക്ക് നേരിട്ട് കേൾക്കാൻ സാധിക്കാനിട വന്നത്? സഞ്ജയന് സാധിച്ചത് കേൾക്കാനും. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു, ദിവ്യ ചക്ഷുസ് ലഭിച്ച കാരണം കൊണ്ട് വ്യാസദേവന്റെ അനുഗ്രഹത്തിൽ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സഞ്ജയന് അത് കേൾക്കാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെന്താ പറഞ്ഞ, കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദ പുളകിതനാകുന്നു രാജാവേ. എന്താ പറയുന്ന? രാജാവിനോട് പറയാണ്, ധൃതരാഷ്ട്രനോട് പറയാണ്, കൃഷ്ണ അർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം കേട്ടിട്ട് വീണ്ടും വീണ്ടും ഓർത്ത് ഈ രണ്ടുപേരും തമ്മിലുള്ള സംവാദം ആലോചിക്കും തോറും സഞ്ജയൻ എന്താ ഉണ്ടാകുന്നത്? സഞ്ജയൻ ആനന്ദ പുളകിതനാവാണ് ചെയ്യുന്നത്. അത്രയും ആ ഒരു സന്തോഷം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ആർക്ക് കിട്ടുന്നത്? സഞ്ജയന് ഇവിടെ കിട്ടിയത് എന്ന് സഞ്ജയൻ ആരോട് പറയാണ്? ധൃതരാഷ്ട്രോട് പറയാണ്. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാക്കുന്നു. അപ്പോ ഭഗവാന്റെ ആ രൂപം ആലോചിക്കും തോറും ആർക്ക് സന്തോഷം ഉണ്ടാവാണ്? ഇവിടെ വിസ്മയം ഉണ്ടാവാണ്. സഞ്ജയനിവിടെ സന്തോഷവും വിസ്മയവും ഉണ്ടാകാണെന്ന് പറയാണ്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥാധനുത്തരഃ തത്ര ശീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതീർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. എന്താ പറയണേ? എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എല്ലാ യോഗകളുടെയും ഈശ്വരനാണ് ഭഗവാൻ അല്ലെ. നമ്മളിപ്പോ കുറെ യോഗകളെ കുറിച്ച് പറഞ്ഞു, അഷ്ടാംഗ യോഗ, ഭക്തി യോഗ, ധ്യാന യോഗ, അതൊക്കെ പറഞ്ഞു. എല്ലാത്തിന്റെയും അധിപൻ ആരാണ്? നാഥൻ ആരാണ്? എല്ലാത്തിന്റെയും ഭഗവാനാണ്. അപ്പൊ എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് എന്തുള്ളത്? ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അർജുനനും കൃഷ്ണനും എവിടെയാണ് ഉള്ളത്, അവിടെയാണ് ഐശ്വര്യവും പിന്നെ അതുപോലെ തന്നെ വിജയവും എല്ലാ ശക്തിയും നീതിയും എല്ലാം ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം എന്ന് ആര് പറയാണ്? സഞ്ജയൻ പറയാണ്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥാധനുർധരഃ തത്ര ശീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതീർമമ. ഇനി അപ്പൊ അധ്യായം നമ്മളെ തീരാണ് ആ ശ്ലോകത്തോടു കൂടി. ഇനി ഗീതാ മഹാത്മ്യം ഒന്നുകൂടി പറയാണ് ഇവിടെ. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പഠേത് പ്രയതഃ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാതിവർജിതഃ. പവിത്രമായ ഈ ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവം പഠിക്കുന്നവൻ ഭയാശോകങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുവിന്റെ പാദം പോകുന്നു. അപ്പൊ നമുക്കറിയാം, ഈ ഗീതാശാസ്ത്രം പഠിക്കുന്നവര് ഭയത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് ഭഗവാന്റെ പാദം പോകാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഗീതാധ്യയനശീലസ്യ പ്രാണായാമാപരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മാകൃതാനി ച. നിത്യവും ഗീത വായിക്കുകയും പ്രാണായാമം ശീലിക്കുകയും ചെയ്യുന്നവന്റെ പൂർവജന്മകൃത പാപങ്ങൾ നശിക്കുകയും പുതുതായി പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത നിത്യം വായിക്കണമെന്നാണ് പറയുന്നത്. ഭഗവത്ഗീത നിത്യം വായിച്ചു കഴിഞ്ഞാല് നമ്മളുടെ പൂർവജന്മകൃത പാപങ്ങൾ നശിക്കുന്നു, പുതുതായിട്ടുള്ള പാപങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും, ഉണ്ടാകാതിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിത്യം ഭഗവത്ഗീത വായിക്കാനാണ് ഭഗവാൻ നമ്മളെ അടുത്ത് ഇവിടെ പറയുന്നത്.
ഗീതാമഹാത്മ്യം അടുത്തത് പറഞ്ഞ മല നിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാംഭസി സ്നാനം സംസാരാമലനാശനം. മനുഷ്യരുടെ പ്രതിദിന സ്നാനം ശരീരത്തിലെ അഴുക്കു മാറ്റുന്നതാണ്. എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ അത് സംസാരമലത്തെ നശിപ്പിക്കുന്നു. അപ്പൊ ഭഗവത്ഗീത ഡെയിലി നമ്മള് എന്താ പറയുന്നത്, നമ്മൾ പ്രതിദിനം സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ അഴുക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു പുണ്യജലത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ സംസാര മലത്തെ നശിപ്പിക്കുന്നു പറഞ്ഞു. നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള നമ്മളുടെ എല്ലാ മാലിന്യങ്ങളെയും മാറ്റാനായിട്ട് അത് സാധിക്കുന്നു. ഗീത സുഗീത കർത്തവ്യ കിമന്നൈ ശാസ്ത്ര വിസ്തരൈഹി യാ സ്വയം പത്മനാഭസ്യ മുഖ പത്മാതി നിസൃത. ഭഗവത്ഗീത വളരെ നന്നായി പഠിക്കേണ്ടതാണ്. വിഷ്ണുവിന്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗളിച്ച ഭഗവത്ഗീതയുള്ളപ്പോൾ മറ്റനേകം ശാസ്ത്രങ്ങൾ എന്തിന്? അപ്പോ നമ്മൾ ശരിക്കും ഒരേ ഒരു ശാസ്ത്രം നമ്മൾ പഠിച്ചാൽ മതി നന്നായിട്ട്, ഭഗവത്ഗീത. കാരണം ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ, അതായത് ഭഗവാന്റെ മുഖത്തിൽ നിന്ന് വന്നാണല്ലേ, മുഖപത്മത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ശാസ്ത്രങ്ങൾ എന്തിനാന്നാ ചോദിക്കുന്നത്. അത്രയും നമുക്ക് പ്രാധാന്യം എന്താണ്, ഭഗവത്ഗീതയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീത മാത്രം നമ്മൾ പഠിച്ചാൽ മതി എന്നാ പറയുന്നത് ശരിക്കും. ഭാരതാമൃത സർവസ്വം വിഷ്ണു ഭക്താദി നിസൃതം ഗീതാ ഗംഗോദകം പീത്വ പുനർജന്മാന വിദ്യതേ. മഹാഭാരതത്തിന്റെ സ്വാരസവും ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ മുഖത്തു നിന്ന് പുറപ്പെട്ടതുമായ ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകുന്നതല്ല. പിന്നെ മഹാഭാരതത്തിന്റെ സാരവും പിന്നെന്താണ്, ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ മുഖത്തു നിന്ന് പുറപ്പെട്ടതുമായ ഗീത, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് തന്നെ പവിത്രമായ ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം, അതിനെ ഗംഗാജലത്തോട് കമ്പയർ ചെയ്യാണ്, താരതമ്യം ചെയ്ത് പറയാണ്. അത് പാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകുന്നില്ല, പുനർജന്മം ഉണ്ടാകുന്നില്ല എന്ന് പറയാണ്. ലാസ്റ്റ് എന്താ പറയണത്, ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു ശാസ്ത്രം കൃഷ്ണൻ ഉപദേശിച്ച ഗീത, ഒരേ ഒരു ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒരേ ഒരു മന്ത്രം ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഒരേ ഒരു കർമ്മം ഭഗവാന്റെ സേവ. അപ്പൊ നമ്മള് എന്താണ് പറഞ്ഞത്, ഭഗവത്ഗീതയാണ് നമ്മളുടെ ശാസ്ത്രം. നമ്മളെ ഭഗവാൻ ആരാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. നമ്മളുടെ മന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. നമ്മുടെ സേവ ഭഗവാന്റെ സേവയാണ്. ഇത് ആണ് നമ്മളുടെ അടുത്ത് പറയുന്ന ശങ്കരാചാര്യർ പറയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ